മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന സംസ്ഥാനത്ത് ഒരു കാരണവശാലും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു അഭിപ്രായത്തോട് അല്ലെങ്കിൽ ആ സർക്കാരിനോടൊപ്പം പ്രതിപക്ഷം അല്ല, അതിൽ പ്രസക്തിയില്ല. ഒരു കേന്ദ്ര നിയമം പാർലമെന്റ് പാസ്സാക്കിയാൽ ഒരു സംസ്ഥാനം അത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് ആളുകളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. അതെങ്ങനെ നിലനിൽക്കുന്നത്? ഞങ്ങൾക്കല്ല അത് സംബന്ധിച്ചുള്ള നിയമപരമായ ബോധ്യമുള്ള ആളുകളാണ്. ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകനാണ്. ഞാൻ മുഖ്യമന്ത്രി ഈ അബദ്ധം പറയുമ്പോൾ അത് ശരിയാണെന്ന് നിന്ന് ഏറ്റു പറയാമോ? ഞാൻ പറയാം. അതെന്തിനാ? മുഖ്യമന്ത്രിയുടെ കൂടെ എന്തായാലും ഇല്ല. ഞങ്ങൾ CPM-ൻ്റെ കൂടെ ഒരു പ്രതിഷേധത്തിലും ഇല്ല. ഞങ്ങൾക്ക് പ്രതിഷേധം തന്നെത്താൻ നടത്താനുള്ള കപ്പാസിറ്റിയുള്ള പാർട്ടിയും മുന്നണിയാണ്. ഞങ്ങളുടെ മുന്നണിയാണല്ലോ, UDF ആണല്ലോ കേരളത്തിൽ ആദ്യത്തെ പ്രതിഷേധം നടത്തിയത്, കേരളം മുഴുവൻ പ്രതിഷേധം നടത്തിയത്, ഇതിനെതിരായി പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രി ഇതുമായിട്ടൊക്കെ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. വേറെ ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലേ? ചോദിച്ചപ്പോൾ കിട്ടിയല്ല. നിങ്ങൾക്ക് മാസപ്പടിയൊക്കെ ചോദിച്ചപ്പോൾ കിട്ടിയല്ല. നമ്മളൊക്കെ ഈ കയ്യിൽ നിന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എത്ര ഇതായിട്ടാണ്, സൗമ്യമായിട്ടാണ് എല്ലാ ചോദ്യത്തിനും മറുപടി പറയണത്. എത്ര സ്നേഹത്തിലാണ് പറയണത്. ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ കൈരളിയുടെ റിപ്പോർട്ടറിനോട് ഇയാൾക്ക് ചെവി കേൾക്കില്ലെന്ന് ഞാൻ ചോദിച്ചില്ല. ഞങ്ങൾ ആരും ചോദിക്കില്ല, ചോദിക്കാൻ പാടില്ല. ഞങ്ങളങ്ങനെ മാധ്യമപ്രവർത്തകരെ അങ്ങനെ അവഹേളിച്ച ഞങ്ങളത് സമ്മതിക്കില്ല. ബഹുമാനത്തിലേ സംസാരിക്കുകയുള്ളൂ. അവർ ചോദിക്കണ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയും, അത് വേറെ കാര്യം. പക്ഷെ മാധ്യമപ്രവർത്തകരോട് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ ചെവിട് കേൾക്കില്ലേ തനിക്ക് എന്ന് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അസഹിഷ്ണുതയുടെ പര്യായമാണ് ഈ മുഖ്യമന്ത്രി. പിന്നെ ആരെന്ത് പറഞ്ഞാലും എമ്മാതിരി വർത്തമാനം പറയരുത്. എന്താ മുഖ്യമന്ത്രി ഇത്ര ദേശീയതയായിട്ട് പൊട്ടിത്തെറിക്കുകയാണല്ലോ എല്ലാവരോടും? എന്താ ഇത്രമാത്രം അസഹിഷ്ണുത?